ഇന്ന് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കൊലോസ്യ ലേഖനത്തിലേക്ക് ഞാൻ എൻ്റെ പഠനം ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ എഫേസ്യ ലേഖനം മാത്രമല്ല, എന്നെ വിളിച്ചാൽ നിങ്ങൾ ഇനി കൊലോസ്യ ലേഖനവും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ പാസ്റ്ററോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ തന്നെ നിങ്ങളുടെയൊക്കെ പറയും. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്ന് സന്ധ്യാസമയം ഒരുമിച്ച കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനതൊന്ന് പവർ പോയിന്റിലാക്കിയിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ഒന്ന് പവർ പോയിന്റിലാക്കാനൊക്കെ ഒരു ഉദ്യമമൊക്കെ നടത്തിയിരുന്നു. പിന്നീട് പവർ പോയിന്റ് ഇല്ലാതെ വന്നു. വീണ്ടും ഇപ്രാവശ്യം ഞാൻ വീണ്ടും അതൊരു പവർ പോയിന്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ വായിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധ വിട്ടു പോകരുത്. ഞാൻ എന്തിനാണ് അത് പവർ പോയിന്റിലാക്കിയതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു രൂപരേഖ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഞാനത് ഷെയർ ചെയ്യാം. എന്നെ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും അവസാനത്തു നിന്നാണ് പുറകിലേക്ക് തുടങ്ങിയത്. നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം നമ്മൾ തുടങ്ങിയ അവസാന ഭാഗത്തു നിന്നാണ്. ഇപ്പൊ ഞണ്ട് നടക്കുന്നത് പോലെ പുറകോട്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് പുറകോട്ടാണ് നമ്മൾ പോയി പഠിക്കുന്നത്. അവസാനം പൗലോസ് തന്റെ ഗ്രീറ്റിംഗ്സ് തുടങ്ങുന്നിടത്ത് ചെന്ന് അവസാനിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിന്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് വ്യക്തമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. എന്താണ് പൗലോസ് പറയുന്നത്? അപ്പൊ ഞാൻ ഈ 4 അധ്യായം 1 മുതൽ 6 അധ്യായം 20 വാക്യം വരെയുള്ള അവസാന ഭാഗത്തിന്റെ മെയിൻ സെക്ഷനിലെ അവസാന ഭാഗമാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് ചിന്തിച്ചതാണ്, നല്ലൊരു ഭാഗവും നമ്മൾ ചിന്തിച്ചതാണ്. ഇന്ന് താഴേന്ന് നോക്കിയാൽ, ഇനി അങ്ങനെ പറയുവാണെങ്കിലായിരിക്കും ഒരുപക്ഷെ നമുക്ക് എളുപ്പം. താഴേന്ന് 6:10 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ശത്രുതാപരമായ അന്തരീക്ഷത്തിൽ ആത്മാവിൽ പോരാടുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു നാം ഒരു ആത്മീക യുദ്ധകളത്തിലാണെന്ന് പറഞ്ഞ ആ ഭാഗമാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ 4 അധ്യായത്തിന്റെ 1 മുതൽ 6 അധ്യായത്തിന്റെ 20 വരെ വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ വിശ്വാസികളോട് പറയുന്ന പ്രാക്ടിക്കൽ ലൈഫാണ്. പ്രായോഗിക ജീവിതത്തെ കുറിച്ച് പൗലോസ് പറയുക. അപ്പം 1 അധ്യായം മുതൽ ഈ 4 അധ്യായം വരെ പൗലോസ് ആദ്യം ഇതിന്റെ ഒരു തിയറിയാണ് പറയുന്നത്. അതിനുശേഷമാണ് പൗലോസ് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് എഫേസ്യ വിശ്വാസികളെ കൊണ്ടുവരുന്നത്. അപ്പൊ പൗലോസ് എഫേസ്യ വിശ്വാസികളെ അവിടെ കൊണ്ടുവരുന്നതിന്റെ പിമ്പിൽ ഒരു കാരണമുണ്ട്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് പിമ്പിൽ ഒരു കാരണമുണ്ട്. അതും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ ഭാഗവും വീണ്ടും ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവമക്കളെ മറന്നു പോകരുത്. ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അഥവാ നിങ്ങൾ അങ്ങനെ ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ യൂട്യൂബില് ഈ കിടക്കുന്ന പഴയ വീഡിയോ എടുത്തിട്ട് സ്പീഡ് കൂട്ടിയിട്ട് 2-ലോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഓടിച്ചൊന്ന് കേട്ടാൽ അതിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ എന്തായിരുന്നു വിവരിച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് മറന്നു പോകരുത്. കാരണം അത് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് യഥാർത്ഥമായിട്ട് എന്താണ് പൗലോസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ്, പൗലോസ് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഞാൻ ഈ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ 4:1 മുതൽ 6:20 വരെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന, ക്രിസ്തുവിൽ ആയിരിക്കുന്ന, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന, ചുരുക്കം പറഞ്ഞാൽ പൗലോസ് ഉപയോഗിച്ച വാക്കെന്ന് പറയുന്നത് ശവക്കുഴിയുടെ ഒരു വാക്കാണെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിരുന്നു.
അപ്പം അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്ന നാം ജീവിക്കേണ്ടുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു ദൈവിക കുടുംബമായിട്ട് ജീവിക്കുക. 4:1 മുതൽ 16 വരെ നാം സമാധാനം നിലനിർത്തുക എന്ന് പൗലോസ് പറയുന്നു. അടുത്ത ഭാഗത്ത് ഐക്യം നിലനിർത്തുക എന്ന് പൗലോസ് പറയുന്നു. അടുത്ത ഭാഗത്ത് വൈവിധ്യവും പക്വതയും ആർജിക്കുക എന്ന് പൗലോസ് പറയുന്നു. ഇനി 17 മുതൽ 24 വരെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കണം എന്ന് പൗലോസ് പറയുന്നു. 25 മുതൽ 6:9 വരെ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക എന്ന് പൗലോസ് പറയുന്നു. ഈ ഭാഗമാണ് ഇന്ന് വൈകിട്ട സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക എങ്ങനെ? 4:25 മുതൽ 5:2 വരെ നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക. 5:3 മുതൽ 7 വരെ നമ്മുടെ ആഗ്രഹങ്ങളിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക. ഇനി 5:22 മുതൽ 6:9 വരെ നമ്മുടെ വീടുകളിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക. 6:10 മുതൽ 20 വരെ ശത്രുതാപരമായ അന്തരീക്ഷത്തിൽ ആത്മാവിൽ പോരാടിക്കൊണ്ട് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക. സ്തോത്രം. അതിന്റെ സ്ട്രക്ചർ ദൈവമക്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ പുതിയ സൃഷ്ടിയായി ജീവിക്കുക, ആഗ്രഹങ്ങളിൽ പുതിയ സൃഷ്ടിയായി ജീവിക്കുക എന്ന് പറയുമ്പോൾ 3 വൈരുദ്ധ്യങ്ങൾ അത് പറയാനായിട്ട് പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, വെളിച്ചവും ഇരുളും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ. ജ്ഞാനവും ഭോഷത്വവും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ. മദ്യപാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ. വൈരുദ്ധ്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് സന്ധ്യാസമയത്ത് ചിന്തിക്കാൻ പോകുന്നത്. അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ വീടുകളിൽ എങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കണമെന്നും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കണമെന്നും, മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ എങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കണമെന്നും, യജമാനന്മാരും അടിമകളും തമ്മിൽ എങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കണമെന്നും പൗലോസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇനി ഞാൻ ആ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കിക്കേ, ഇത് നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊന്നും പറയത്തില്ല, പെട്ടെന്ന് അങ്ങ് പോവുകയുള്ളൂ. 4:25 മുതൽ 5:21 വരെയുള്ള സബ് സെക്ഷനിൽ നമ്മൾ കണ്ടത് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക. അതിന് നമ്മൾ എന്തൊക്കെ ഒഴിവാക്കണമെന്ന് പൗലോസ് പറഞ്ഞു. 4:25 ഭോഷ്ക് അല്ലെങ്കിൽ നുണ നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അത് നമ്മൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. രണ്ടാമത്, കോപം നമ്മളിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവമക്കൾ ഇതൊക്കെ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. വീണ്ടും ഈ ഒരു ഭാഗത്തിലേക്ക് ഒരു കണക്ഷനിൽ നിങ്ങൾ എത്തിക്കാനായിട്ടാണ് ഞാനത് പറയുന്നത്. അത് മൂന്നാമത്തേത്, മോഷണം നമ്മളിൽ ഉണ്ടാകരുതെന്ന് നമ്മൾ പഠിച്ചു. ഇതൊക്കെ ദൈവമക്കൾ ഓർക്കുന്നുണ്ടാവും. മോഷണത്തെ കുറിച്ച് പറയുമ്പോൾ നാം ആരുടെയും ഒന്നും മോഷ്ടിക്കുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മോഷണം അതിന്റെ വിവിധമായ വൈവിധ്യമായ അർത്ഥങ്ങളെക്കുറിച്ചും അർത്ഥതലങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവിതശൈലി നമുക്കുണ്ടാകേണ്ടത് എന്ന് പറഞ്ഞത്, കാരണം നാം ക്രിസ്തുവിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ഭോഷ്ക് പറയരുത്. രണ്ടാമതായി, പിശാചിന് ഇട കൊടുക്കാതിരിക്കാൻ നാം നമ്മുടെ കോപം നിയന്ത്രിക്കണം. 3, ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ കഴിയേണ്ടതിന് ജോലി ചെയ്യണം, മോഷ്ടിക്കരുത്. അടുത്തത് നാലാമത്തേത്, മോഷണം കഴിഞ്ഞുള്ള നാലാമത്തെ പാപത്തെക്കുറിച്ച് പൗലോസ് വിവരിച്ചത് അനാരോഗ്യകരമായ സംസാരത്തെ കുറിച്ചായിരുന്നു. ഇത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇനി കാരണം പൗലോസ് പറയുന്നത് അനാരോഗ്യകരമായ വാക്കുകൾ നമ്മൾ ഒഴിവാക്കണം. കാരണം ക്രിസ്ത്യാനിയുടെ വാക്കുകൾ ആത്മീക വർധനയ്ക്ക് ഉതകുന്നതും സഹായകരവും പ്രോത്സാഹനജനവുമായിരിക്കണം. രണ്ടാമതായി, നമ്മൾ പറയുന്നതെല്ലാം ഉചിതമായിരിക്കണം. 3, അനാവശ്യമായി ആരെങ്കിലും ഉപദ്രവിക്കുന്നതോ നിരുത്സാഹപ്പെടുത്തുന്നതായ കാര്യങ്ങൾ നമ്മൾ പറയരുത്. അടുത്ത 5-ാമത്തെ പാപം 4:30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞത് കയ്പ്. അത് നമ്മൾ ചിന്തിച്ചതാണ്.
ഈ കയ്പ് ഒഴിവാക്കേണ്ടതിന്റെ 3 കാരണങ്ങൾ വീണ്ടും പൗലോസ് പറയുന്നുണ്ട്. ഒന്നാമതായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കും. ഭോഷ്ക് പറഞ്ഞാൽ, അനാരോഗ്യകരമായ സംസാരങ്ങൾ ഉണ്ടായാൽ അതുകൊണ്ട് അത് ഒഴിവാക്കണം. രണ്ടാമതായി, അനാരോഗ്യകരമായ സംസാരത്തിൽ കൂടി നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നു. 3, പിതാവായ ദൈവത്തിന് അത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതിനുശേഷം നമ്മൾ കണ്ടത്, നമ്മുടെ ദൈവമായ പിതാവിനെ അനുകരിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 5-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഞാനത് വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് രാത്രി ആ ഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഈ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോകുകയാണ്. അപ്പോൾ നാം ദൈവമക്കളാണെങ്കിൽ നമ്മുടെ പിതാവിനെ നമ്മൾ അനുകരിക്കണം എന്ന് പൗലോസ് പറഞ്ഞു. അപ്പൊ പിതാവിനെ അനുകരിക്കുന്നതിന്റെ മാതൃകയായിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമത്, നാം സ്നേഹത്തിൽ നടക്കണം. നോക്കിക്കേ, 4:1 മുതലുള്ള വാക്യങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് ഈ സ്ലൈഡ് കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും വായിക്കാം. ഓക്കെ, താങ്ക് യു. സോ അപ്പൊ അവിടെ നോക്കിക്കേ, എന്തൊക്കെ കാര്യങ്ങളാ? ഐക്യതയിൽ നടപ്പിൻ, 4:1 മുതൽ 16. വാക്ക് ഇൻ യൂണിറ്റി, വാക്ക് ഇൻ ന്യൂനെസ്, 4:17 മുതൽ 32 വരെ. വാക്ക് ഇൻ ദ ലവ്, സ്നേഹത്തിൽ നടപ്പിൻ, വെളിച്ചത്തിൽ നടപ്പിൻ, വിവേകത്തോടെ നടപ്പിൻ, അല്ലെങ്കിൽ ജ്ഞാനത്തിൽ നടപ്പിൻ. ഇത്രയും കാര്യങ്ങൾ പൗലോസ് നടപ്പിനെ കുറിച്ച്, നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച്, നാം എങ്ങനെ ഈ ലോകത്തിൽ നാം വസിക്കുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെയായിരിക്കണം, പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് എഫേസ്യ വിശ്വാസികളെ കുറിച്ച് നിഷ്കർഷമായി അവരോട് പറഞ്ഞു കൊടുത്തു. ദൈവമക്കളെ, നിങ്ങൾ മറന്നിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, എങ്കിലും ഓർപ്പിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടെ ആയാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. എഫേസ്യ ലേഖനത്തെ കുറിച്ച് മറക്കരുത്. എഫേസ്യർ ആരായിരുന്നെന്ന് മറക്കരുത്. എഫേസ്യ പട്ടണത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ മറക്കരുത്. അർത്തമിസ് ദേവിയുടെ ക്ഷേത്രത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ മറക്കരുത്. ആ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമായിരുന്നില്ല, ആരാധന സ്ഥലം മാത്രമായിരുന്നില്ല, സകലവിധ മ്ലേച്ഛതകളുടെയും കേന്ദ്രസ്ഥാനമായിരുന്നു. അപ്പൊ ദൈവമക്കൾക്ക് ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പൗലോസ് ഇത് പറഞ്ഞത് ആരോടാണ്? എങ്ങനെയുള്ളവരോടാണ്? ഈ മ്ലേച്ഛതകൾ കൂടാതെ സാമ്പത്തിക ഉന്നതിയുടെ ഒരു കേന്ദ്രസ്ഥലം കൂടായിരുന്നു. കാരണം റോമൻ കോളനി ആയിരുന്നു, ഒരു ട്രേഡ് ആൻഡ് കൊമേഴ്സ് സെന്റർ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച കാര്യം മറക്കരുത്. മാത്രമല്ല, ഇവർക്ക് ഈ റോമൻ പൗരത്വം വളരെ വിശേഷതയുള്ളതായി കണ്ടിരുന്നത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമുക്ക് ഡുവൽ സിറ്റിസൺഷിപ്പ് ആണുള്ളത്, നമുക്ക് 2 സിറ്റിസൺഷിപ്പ് പൗരത്വമാണുള്ളത്. അതേതാണ്? ഒന്ന്, നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലായിരിക്കുന്നു, നാം താൽക്കാലികമായി ഭൂമിയിലായിരിക്കുന്നു. ദൈവമക്കൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ആ ഒരു കളക്ടറുടെ ഉപമ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദൃഷ്ടാന്തം പറഞ്ഞത്, കളക്ടറുടെ ഓഫീസിൽ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമല്ല കളക്ടർ ആയിരിക്കുന്നത്. ഓഫീസിൽ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും എവിടെ പോയാലും കളക്ടർ ആയിരിക്കുന്നത് പോലെ ദൈവമക്കളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇൻ ക്രൈസ്റ്റ് ഇൻ എഫേസസ്, ഇൻ ക്രൈസ്റ്റ് ഇൻ മുംബൈ, ഇൻ ക്രൈസ്റ്റ് ഇൻ ദ US. അപ്പോൾ നാം ക്രിസ്തുവിലുമാണ്, ഭൂമിയിലുമാണ്. സ്തോത്രം. അപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം നാം ലോകത്തു നിന്ന് വേർപെട്ടവരാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. 1, സ്നേഹത്തിൽ നടപ്പിൻ. 2, വെളിച്ചത്തിൽ നടപ്പിൻ, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ മക്കളായി നടപ്പിൻ. അതിന് കാരണം പൗലോസ് പറഞ്ഞത്, നാം വിശുദ്ധരാണ്. 2, നമ്മൾ രാജാക്കന്മാരാണ്. 3, നാം വെളിച്ചമാണ്. ഈ ഭാഗം സംസാരിച്ചില്ലെന്നാണ് എൻ്റെ ചിന്ത. ഓക്കെ, നാം വെളിച്ചമാണ്. അപ്പൊ വെളിച്ചത്തിന്റെ മക്കളായി നടക്കാൻ പൗലോസ് തന്റെ വായനക്കാരെ ഉദ്ബോധിപ്പിക്കുന്നു. അതാണ് ഈ പ്രധാന സംഗതി എന്ന് പറയുന്നത്. ദൈവ പൈതലും രക്ഷിക്കപ്പെടാത്ത വ്യക്തിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ വിവരിക്കുന്ന ഈ ഭാഗം ഇതിനോട് സമാന്തരമായി കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് 2 കൊരിന്ത്യർ 6:14 മുതൽ 7:1 വരെ നമ്മൾ കാണുന്നുണ്ട്. ഒരു പൗലോസ് പറയുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച.
വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? അടുത്തത്, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർവിട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് കഴിഞ്ഞ ആഴ്ച ഈ ഭാഗം ഒന്നുകൂടെ പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നാം ഇരുട്ടിലായിരുന്ന നല്ല പൗലോസ് പറയുന്നത്, മറിച്ച് നാം ഇരുട്ടായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഇപ്പോൾ പൗലോസ് പറയുന്നത് നാം വെളിച്ചം ആകുന്നു. ഓക്കെ, ഈ ഭാഗങ്ങള് യോഹന്നാന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷം കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ എടുത്തിട്ട് നാം വെളിച്ചത്തിന്റെ മക്കളായി നടക്കുക എന്ന് പൗലോസ് പറയുന്നു. അപ്പൊ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ, ഈ വെളിച്ചത്തിന്റെ മക്കളായി നടക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വായിച്ചാലോ ഇംഗ്ലീഷിൽ വായിച്ചാലോ നമുക്ക് അതിന്റെ വ്യക്തമായ അർത്ഥം മനസ്സിലാകണമെന്നില്ല. എന്താ പൗലോസ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പൗലോസ് പറയുന്നത് ഇതാണ്: ദൈവത്തിന്റെ മുൻപിൽ, കൺമുമ്പിൽ ഒന്നും മറയ്ക്കാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമുക്കിത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം മനുഷ്യരുടെ മുമ്പിൽ ഇതെല്ലാം മറയ്ക്കാൻ പറ്റും. പിന്നെയും പിന്നെയും ഓരോ സെന്റൻസിന്റെ ഇടയ്ക്ക് എൻ്റെ ശ്രോതാക്കളായിരിക്കുന്ന ദൈവമക്കളെ ഞാൻ എഫേസ്യ വിശ്വാസികളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഓർക്കണം, ഓരോ സെന്റൻസിന്റെയും പുറകിൽ പൗലോസ് ഇത് പറയുമ്പോൾ അതിന്റെ പിൻപിൽ അവർ അങ്ങനെ ചെയ്തിരുന്നു, അവര് മറയ്ക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും മറയ്ക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവന്റെ കണ്ണിന് സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം ഉള്ളത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. അപ്പോൾ ഈ ചുറ്റുമുള്ള മതനേതാക്കന്മാരിലുള്ള ഇരുളിനെ കർത്താവ് എടുത്തു കാണിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതെ ഇരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിയില്ല. എന്ന് പറഞ്ഞാൽ അവരിരുളിലായിരുന്നു, ഗുപ്തമായിരുന്നത് ചെയ്തത്, ഇരുളിൽ ചെയ്തിരുന്നത് ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ചിരുന്നത് കർത്താവ് വെളിച്ചമാകയാൽ വെളിച്ചത്തിന്റെ ദാതാവായ കർത്താവ് വന്ന് അത് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ പാപത്തെയും വെളിപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് കഴിവുകളില്ല. അപ്പോൾ വെളിച്ചത്തിൽ നടക്കുക, സ്നേഹത്തിൽ നടക്കുക, വെളിച്ചത്തിൽ നടക്കുക, ജ്ഞാനത്തിൽ നടക്കുക. ജ്ഞാനവും ഓഷത്വവും, 3 താരതമ്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഒരു പക്ഷേ ദൈവമക്കൾ ഓർക്കുന്നുണ്ടാവും. ആ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഈ ജ്ഞാനത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ജ്ഞാനത്തോടെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എനിക്കറിഞ്ഞുകൂടാ. ഒരു പക്ഷെ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നത് ജ്ഞാനത്തിൽ നടക്കുക, അതിന്റെ അർത്ഥം ചുറ്റുപാടും നോക്കുക എന്ന അർത്ഥമുള്ള 2 ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് ഈ വാക്ക്, ഗ്രീക്ക് പദം വന്നത്. അതായത് സർക്കംസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണു തുറന്ന് ചുറ്റും നടക്കുന്നത് വ്യക്തമായി കാണുക എന്നാണ് അവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ക്രിസ്തീയ ജീവിതത്തെ യാദൃച്ഛികമായിട്ട് നമുക്ക് വിട്ടുകളയുവാൻ പറ്റത്തില്ല. ജ്ഞാനപൂർവമായ തീരുമാനങ്ങൾ ലാപ്ടോപ്പിന് കറണ്ട് പോയി കഴിഞ്ഞാൽ ലാപ്ടോപ്പ് പെട്ടെന്ന് അങ്ങ് പോവും. ബാക്കപ്പ് എനിക്കില്ലായിരുന്നു, അതാണ് പറ്റിയത്. ഹോപ്പ്ഫുള്ളി അതങ്ങനെ സംഭവിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്. ഒരല്പം ലൈറ്റിന്റെ കുറവുണ്ട്.
ഒരല്പം സമയത്തിന് ശേഷം ഞാൻ ബ്രൈറ്റ് അല്പം കൂടെ കൂട്ടുന്നതായിരിക്കും, ഇനി ഒരു ഇച്ചിരി നേരത്തേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഭാഗത്തേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. നിങ്ങൾ എന്റെ കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഐ എം സോറി ഫോർ ദാറ്റ്. അപ്പം ഇവിടെ പൗലോസ് പറയുന്നത് വിശ്വാസികൾ ജ്ഞാനത്തിൽ നടക്കണം. അപ്പം ഈ ജ്ഞാനത്തിൽ നടക്കേണ്ടതിന്റെ കാരണം എന്താണെന്ന് പൗലോസ് പറയുന്ന ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം കൃത്യതയോടെ നടക്കുക, കൃത്യതയോടെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് നമ്മൾ കാണുക. അപ്പൊ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് യാദൃച്ഛികമായിട്ട് വിട്ടുകളയാൻ പറ്റത്തില്ല. അപ്പൊ ഈ 5-ന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണെങ്കിൽ, അതിന്റെ 5-ന്റെ 14-ഉം 15-ഉം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? നിങ്ങൾ 14-ഉം 15-ഉം വാക്യങ്ങളില് അതുകൊണ്ട് ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. അടുത്ത വാക്യത്തിൽ, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നോക്കുവിൻ. ഇപ്പൊ നോക്കിക്കേ, പൗലോസ് പറഞ്ഞു വരുന്ന ഒരു തീമുണ്ട്, ഡെവലപ്പ് ചെയ്യുന്ന ഒരു തീമുണ്ട്. ഇപ്പൊ പൗലോസ് അവിടെ പറയുന്നത് നമ്മുടെ നടപ്പിനെ കുറിച്ച്, ജ്ഞാനത്തിൽ നടക്കേണ്ടുന്നതിനെ കുറിച്ച് പൗലോസ് പറയുന്നതിന്റെ കാരണം ഇതാണ്: ഉറക്കത്തിൽ നടക്കരുത്. അതാ പറയുന്നത്. നമ്മൾ അത് വായിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് മനസ്സിലായില്ല എന്ന് വരാം. ഉറക്കത്തിൽ നടക്കരുത്, നിങ്ങള് ഉണർന്ന് നടക്കണം, നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കണം, നിങ്ങളുടെ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും ക്രിസ്തുവിനെ സേവിക്കുവാനുള്ള അവസരങ്ങൾ ശരിക്കും നമ്മൾ പ്രയോജനപ്പെടുത്തണം. നിർഭാഗ്യവശാൽ അനേകരും ഉറക്കത്തിൽ നടക്കുന്നവരെ പോലെ നടന്നു പോകുകയാണ്. എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കാതെ ഉറക്കത്തിൽ എന്ന പോലെ നടക്കുകയാണ്. അതുകൊണ്ട് നാം നമ്മുടെ ദൈനംദിന നടപ്പുകളെ കുറിച്ച് ശ്രദ്ധിക്കണമെന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ടാണ് 15-ാം വാക്യത്തിൽ അതൊരു ബുദ്ധിയുടെ ലക്ഷണമായിട്ട് പൗലോസ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പഠിപ്പിക്കലിന്റെ സമയത്ത് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഒരു വിഡ്ഢി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഭോഷൻ മാത്രമാണ് വേലിയേറ്റത്തിനും കാറ്റിനും ഒപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ജ്ഞാനിയായ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? തന്റെ യാത്രയുടെ ഗതി താൻ അടയാളപ്പെടുത്തുന്നു. ജ്ഞാനിയായ ഒരു വ്യക്തി ഒരു ഭവനം പണിയാനോ ഏതെങ്കിലും പണിയാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ആ പദ്ധതികളെ കുറിച്ചൊരു വരയ്ക്കുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയാം, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും അവർക്ക് അറിയാം. അതാണ് യാക്കോബിന്റെ ലേഖനം 4-ന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഈ പദ്ധതിയെക്കുറിച്ചാ, ജ്ഞാനത്തോടുള്ള പദ്ധതിയെക്കുറിച്ചാ പറയുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നത് നമ്മൾ ഭോഷത്തിലല്ല ജ്ഞാനത്തിൽ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന്. ഭോഷത്തിൽ നടക്കുവാനല്ല, ജ്ഞാനത്തിൽ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇനി ഇച്ചിരൂടെ നമ്മൾ അതിനെ വിവരിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ആരാണ് വിഡ്ഢികൾ? പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആരാണ് ജ്ഞാനികൾ? അപ്പൊ പഴയ നിയമത്തിൽ ജ്ഞാനികളെ കുറിച്ച് പറയുന്നത് സങ്കീർത്തനങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ. വിസ്ഡം ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗം തന്നെ പഴയ നിയമത്തിലുണ്ട്. വിസ്ഡം ലിറ്ററേച്ചർ, എസ്തേർ, യോബ്, സങ്കീർത്തനം, സദൃശവാക്യം, സഭാപ്രസംഗി, ഈ പുസ്തകങ്ങളെയൊക്കെ അറിയപ്പെടുന്നത് വിസ്ഡം ലിറ്ററേച്ചർ എന്നാണ്. വിസ്ഡം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെ അത് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാക്കും. അപ്പൊ ബുദ്ധി, ജ്ഞാനത്തിന്റെ പുസ്തകങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ ജ്ഞാനത്തിന്റെ പുസ്തകങ്ങളിലെ എല്ലാ ആകെ തുക എന്തുവാ? ബുദ്ധിയുടെ ലക്ഷണം എന്താ? പഴയ നിയമത്തിലും പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ബുദ്ധിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള അറിവ് പ്രാപിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുടെ ലക്ഷണം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, കൊലോസ്യ ലേഖനമാണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇത് ഇച്ചിരൂടെ
വിശദമായും ആഴമായും പൗലോസ് പറയുന്നുണ്ട്. ഞാൻ അതൊരു വാക്കിലൊന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വിടാം, ശ്രദ്ധിച്ചേ. അപ്പൊ ദൈവം ഇല്ല എന്ന് നിരീശ്വരവാദി പറയുന്നു. ദൈവം ഉണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയോ അത് നമ്മുടെ വിഷയമല്ല, ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തിന് എന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയത്തില്ലെന്ന് ആജ്ഞേയവാദി അഗ്നോസ്റ്റിക് പറയുന്നു. എന്നാൽ പൗലോസ് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും പരമപ്രധാനമായ അറിവ്. എല്ലാ അറിവുകളും ലഭിക്കണമെങ്കിൽ ഒന്നാമതായി ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം. സ്തോത്രം. ഈ ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ വായിച്ച 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടക്കുവാൻ നോക്കുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. അപ്പോൾ ജ്ഞാനം എന്ന് എഫേസ്യലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താ? ദുഷ്ടകാലത്തെ കുറിച്ച്, അല്ലെങ്കിൽ ദുഷ്ട സമയത്തെ കുറിച്ച്, അല്ല കാലഗതികളെ കുറിച്ചുള്ള തിരിച്ചറിവ് പരാജയപ്പെടുന്നതാണ് ദോഷത്വം അല്ലെങ്കിൽ വിഡ്ഢിത്വം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾക്ക് കാലത്തെ വിവേചിക്കാൻ കഴിയുന്നുണ്ടോ? ആർ വി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ടൈം? നാം ആയിരിക്കുന്ന ഈ കാലത്തെ വിവേചിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ സാധാരണ ഒരു വ്യക്തിയെ പോലെ നാം ഈ കാലത്തിനൊത്ത് ഒഴുകുന്നവരും? പാപജീവിതത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. നമ്മള് കാലത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ ദൈവമക്കളെ, നമ്മെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ജ്ഞാനത്തിൽ നടക്കുന്നവർ അല്ല എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ഇതിന് പല കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് ഒന്ന് വിവരിക്കാം. അപ്പം ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. 16-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചത്? ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ഞാൻ മാത്രമാണല്ലോ എപ്പോഴും പറയുന്നത്. നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുള്ളവരും ഒത്തിരി കേൾക്കുന്നവരും ഒക്കെ അല്ലേ? ആരെങ്കിലും ഒക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേ, പൗലോസ് പറയുന്ന ഈ ദുഷ്കാലം എന്താ? കിടക്കുന്നു, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട്, ഇത്ര വർഷങ്ങളായി രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട്, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതൊക്കെ വിട്. നമ്മൾ ജനിച്ചപ്പോഴേ ഏതെങ്കിലും ഒരു ക്രിസ്തീയ കുടുംബത്തിലൊക്കെ ജനിച്ച് അന്ന് മുതൽ എഫേസ്യ ലേഖനം വായിക്കുന്നവരാ. ഈ ദുഷ്കാലം എന്താണെന്ന് ഒന്ന് പറഞ്ഞു. പൗലോസ് പറയുന്ന ദുഷ്കാലം ആരും പറയത്തില്ല. സാത്താന്റെ അധീനതയിലുള്ള കാലം. സാത്താന്റെ അധീനതയിലുള്ള ഒരു കാലം ശരിയാണെങ്കിലും അതല്ല പൗലോസ് അവിടെ അർത്ഥമാക്കുന്നത്. അത് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, എഫേസ്യ സഭ കടന്നു പോകുന്ന, അല്ലെങ്കിൽ എഫേസ്യ പട്ടണത്തിലെ മൂഡ്ഫേഡ് എന്നാ നമ്മൾ പറയുന്നില്ല, അവരുടെ ഏറ്റുമുട്ടലുകൾ, അവരുടെ സംഘർഷങ്ങള് ഇല്ലേ, ആംഫി തിയേറ്റർ ഉണ്ടായിരുന്ന മൃഗയുദ്ധങ്ങളും മനുഷ്യര് തമ്മിലുള്ള യുദ്ധങ്ങളും മൃഗങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ഒക്കെ കണ്ട് ആനന്ദിച്ചിരുന്ന സാത്താന്റെ അധീനതയിലുള്ള. പക്ഷെ ഇതല്ല അവിടെ പറയുന്നത്. അവിടെ പൗലോസ് പറയുന്നത് ഇത് സമയം ദുഷ്കാലം ആകയാ എന്ന് പൗലോസ് പറയുന്നത്, തിന്മയുടെ കാലം എന്ന് പൗലോസ് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ പീഡനത്തെയാണ് പൗലോസ് പറയുന്നത്. 1 പത്രോസ് 4:12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുതെന്നൊക്കെ പൗലോസ് പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തോടെ നമ്മൾ നടക്കേണ്ടതിന്റെ ഒന്നാമത്തെ കാരണം ജീവിതം ഹ്രസ്വമാണ്, ജീവിതം ചുരുക്കമാണ്. എപ്പോ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാം. പൗലോസ് എഫേസ്യരോട് പറയുക, ജീവിതത്തെ കുറിച്ച് ഒരു ഗ്യാരണ്ടി ഇല്ല, എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടാം. കാരണം ഇത് തിന്മയുടെ കാലമാണ് എന്ന് പറഞ്ഞാൽ റോമൻ ഭരണാധികാരികളാൽ നിങ്ങൾ എപ്പോ വേണമെങ്കിലും
കൊല്ലപ്പെടാം. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അതിന്റെ 17-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ ഹിതം നാം തിരിച്ചറിയണം. ദൈവം തന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കുക എന്നാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 12-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന അതേ ഭാഗം തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ദൈവം തന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, അവയെ പരിശോധിക്കുക, അവയെ തൂക്കി നോക്കുക, ജ്ഞാനത്തിനു വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതേ ഭാഗത്ത് 17-ാം വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അപ്പോൾ ദൈവം നമ്മളെ രക്ഷിച്ചെങ്കിൽ, പാപത്തിന്റെ കുഴിയിൽ നിന്ന് നമ്മളെ കരേറ്റിയെങ്കിൽ, ശവക്കുഴിയിൽ നിന്ന് നമ്മളെ ഉയർപ്പിച്ചെങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയെങ്കിൽ, അതിനനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ നയിക്കുകയും ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ വെളിപ്പെടുന്നത് കാണുകയും ചെയ്യണം. കൊലോസ്യ ലേഖനം 1:9-10 വാക്യങ്ങളിൽ ഇതാണ് പൗലോസ് പറയുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ദുഷിച്ച ലോകത്തെ അല്ല, പഴയ ജീവിതത്തിന് വിപരീതമായി ദൈവത്തെ അനുകരിക്കുന്ന ഒരു പുതിയ ജീവിതത്തിനാണ് ദൈവമക്കൾ ഊന്നൽ കൊടുക്കേണ്ടത്. അതാണ് പൗലോസ് ഈ ഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി ആത്മാവിൽ നിറഞ്ഞു, ഇനി എന്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചാൽ എന്നാൽ അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. മറിച്ച് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പിന്നീട് വരാം. അപ്പൊ പൗലോസ് പറയുന്ന വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പൊ പെന്തക്കോസ്തിന്റെ ഈ ആരംഭ അനുഭവത്തിന് ശേഷം അപ്പോസ്തലന്മാർ ആവർത്തിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറം അനുഭവിച്ചു. പൗലോസ് പറയുന്നത് ഈ ആത്മാവിന്റെ പൂർണ്ണത നമ്മുടെ ഭവനത്തിലും വേണം, വ്യക്തിപരമായ ജീവിതത്തിലും വേണം, സമൂഹത്തിലും വേണം, ഒരു ക്രിസ്ത്യാനിയുടെ സമൂഹത്തോടുള്ള ഇടപാടുകളിലും വേണം. ചുരുക്കം പറഞ്ഞാൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയായി മാറണം. സ്തോത്രം. ഇതാണ് പൗലോസ് എഫേസ്യരെ കുറിച്ച് പറയുന്ന വലിയ കാഴ്ചപ്പാട്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. സ്തോത്രം. ഇനി ആ ഭാഗം എന്താണെന്നുള്ളതാണ് അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ പൗലോസ് പറയും. അതിന് 3 തെളിവുകളുണ്ട്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാണോ ആത്മാവിന്റെ പൂർണ്ണതയിലാണോ എന്ന് അറിയാൻ 3 തെളിവുകളുണ്ട്. അത് പൗലോസ് പറയുന്നത്, ഒന്ന്, അവർ സന്തോഷമുള്ളവരാണ്. 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ അത് ഇംഗ്ലീഷിൽ വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, പക്ഷെ മലയാളത്തിൽ വായിക്കുമ്പോഴും നമുക്കത് കാണാൻ കഴിയും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ സംസാരിച്ചും. അപ്പോ 2, അവർ നന്ദിയുള്ളവരാണ്, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പിൻ. 3, അവർ കീഴ്പ്പെടുന്നവരാണ്. ദൈവമക്കളെ, മനസ്സിലായോ? 5-ാം അധ്യായത്തിലെ അവസാന ഭാഗങ്ങളിലേക്ക് പൗലോസ് വരുമ്പം പൗലോസ് പറഞ്ഞു വരുന്ന ആത്മാവിൽ നിറഞ്ഞ ജീവിതത്തെ കുറിച്ചാ. പഠനം ഒരുപക്ഷെ നമുക്ക് അത്ര അങ്ങോട്ട് സന്തോഷമായിട്ട് തോന്നത്തില്ല. ഞാൻ പ്രസംഗിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒത്തിരി ഉത്സാഹം ഉണ്ടാകുമായിരുന്നു. പഠനവും പ്രസംഗവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചാണ് ഞാനത് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലായോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പൗലോസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. പൗലോസ് പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പൗലോസ് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സ്പിരിച്വാലിറ്റിയാണ്. ഒരു ഓൾട്ടർനേറ്റീവ് സ്പിരിച്വാലിറ്റി, ഞാനത് പറയാം. ഈ ഓൾട്ടർനേറ്റീവ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? വിപരീതമായ ഒരാത്മീകത. അതായിരിക്കത്തില്ല പ്രോബബിളി, എന്നാലും നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാണല്ലോ. ഒരു ഓൾട്ടർനേറ്റീവ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ എഫേസ്യ വിശ്വാസികളുടെ അല്ലെങ്കിൽ എഫേസ്യ പട്ടണത്തിൽ ഉണ്ടായിരുന്ന ഇവർ അവരുടെ ആനന്ദം കണ്ടെത്തിയിരുന്നത് മദ്യപാനത്തിലാണ് എന്ന് പറഞ്ഞാൽ തീരത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ പിടികിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ കുറച്ചുകൂടെ വിശദമായി കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് കൂടുതലും ഈ കാര്യങ്ങൾ ചെയ്തത്. ഏത്? മദ്യപാനം, ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞു വിടാം, ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നോക്കിക്കേ, ഈ അധാർമികതകളും മ്ലേച്ഛതകളും മദ്യപാനങ്ങളും ഒക്കെ കൂടുതലും ജീവിതചര്യയുടെ ഭാഗമായി മാറിയത് തന്നെ അവരുടെ ഒരു ആരാധനാ സിസ്റ്റത്തിന്റെ, അവരുടെ ഒരു ആരാധനയുടെ ഭാഗമായി മാറിയത് കൊണ്ടാണ്. അവർക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കാരണമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സൂമിലായതുകൊണ്ട്, യൂട്യൂബിലുള്ളത് കൊണ്ട് നമുക്ക് പരിമിതികളുണ്ട് നമ്മുടെ കോണ്ടക്സ്റ്റുമായിട്ട് പറയാൻ. അത് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. ഞാൻ ആ ഭാഗത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ പൗലോസ് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സ്പിരിച്വാലിറ്റിയാ. എന്താ ചെയ്യണം? മദ്യപാനത്തിലും, ദൈവമക്കളെ ഇനി അങ്ങനെ ഒന്ന് വായിച്ചേ, മദ്യപാനത്തിലും അല്ലെ കുടിച്ച് ഓക്കെ വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. താങ്ക് യു. വേറൊരിടത്ത് പറയും മദ്യപാനത്തിലും വെറിക്കൂത്തുകളിലുമല്ല. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടല്ലോ ഈ എന്താ ഈ വെറിക്കൂത്തുകൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നേ? എന്താ ഇതൊക്കെ ഉദ്ദേശിക്കുന്നേ? ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു ദ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അത് മലയാളത്തിലേക്ക് വിവരിക്കാതെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളായ ഒരു ആരാധനാ സിസ്റ്റത്തിൽ നിന്നാണ് എഫേസ്യ വിശ്വാസികൾ ക്രിസ്തീയ സഭയിലേക്ക് കടന്നു വന്നത്. സ്തോത്രം. ഇവർക്ക് പറയുവാൻ ഒരു പാസ്റ്റ് ഉണ്ട്, അതിൽ നിന്നാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതും ഇപ്പോഴും അവരുടെ കൂട്ടത്തിലുണ്ട്. സ്റ്റിൽ ദേ ഹാവ് കൺഫ്യൂഷൻ. അവർക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ട്. അതും ഇതിന്റെ ഒരു ഭാഗമാണോ? ഇവിടെയും അത് അനുകരിക്കാൻ കഴിയുമോ? അപ്പൊ പൗലോസ് ആദ്യം മുതൽ പ്രാക്ടിക്കൽ ലൈഫിലെ എൻറ്റയർലി ഡിഫറെന്റ് സ്പിരിച്വാലിറ്റിയാണ് എഫേസ്യ ലേഖനത്തിൽ ദൈവസഭയ്ക്ക് കൊടുക്കുന്നത്. പൗലോസ് ഇവിടെ പറയുന്നത് മദ്യപാനത്തിലും വെറിക്കൂത്തുകളിലും അല്ല. മദ്യത്താൽ നിങ്ങൾ ആയിത്തീരരുത്, ആത്മാവിൽ നിറയണം. അവ ആത്മാവിൽ നിറയുന്ന ഒരു വ്യക്തിയുടെ 3 ഗുണങ്ങളാണ് പറയുന്നത്. അവർ ആനന്ദമുള്ളവരാണ്, അവർ സന്തോഷമുള്ളവരാണ്, 2 അവർ ദൈവത്തിന് എപ്പോഴും നന്ദി അർപ്പിക്കുന്നവരാണ്, 3 അവർ കീഴ്പ്പെടുന്നവരാണ്. 5:21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, പാസ്റ്ററെ എനിക്ക് ആത്മാവിൽ സന്തോഷമുണ്ട്, ഞാൻ എപ്പോഴും സന്തോഷിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ആത്മാവുണ്ട്. സ്തോത്രം, നല്ല കാര്യം. രണ്ടാമതേത് നമ്മൾ പറയുമായിരിക്കും, ദൈവദാസനെ എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാൻ കഴിയും ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണെന്ന്. സ്തോത്രം, നല്ല കാര്യം. മൂന്നാമത്തേതോ കീഴ്പ്പെടുന്നവരാണോ? കീഴ്പ്പെടുന്നവരാണ്. സ്തോത്രം. ഈ കീഴ്പ്പെടൽ എന്ന് പറയുന്നത് പൗലോസ്, പിന്നെയും ഞാൻ പറയുന്ന എഫേസ്യ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കീഴ്പ്പെടുന്നതിനെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ, ഞാൻ ആ മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞില്ലല്ലോ അല്ലെ? മദ്യപാനത്തെ കുറിച്ച് ഞാൻ 1-2 വാക്കുകളിൽ അങ്ങ് ചിലപ്പോൾ എളുപ്പം അങ്ങ് പറഞ്ഞു വിടാം. പൗലോസ് പറയുന്നത് മദ്യത്താൽ നിറയരുത്, വീഞ്ഞിനാൽ നിറയരുത്, പകരം ആത്മാവിനാല് നമ്മൾ നിറയപ്പെടണം. നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം എന്ന് പറഞ്ഞാൽ, മദ്യപാനത്തിലും മദ്യപിച്ചുകളും പാട്ടുകളൊക്കെ പാടി എന്നതിനേക്കാളും ദൈവത്തെ ആരാധിക്കുന്നതിൽ നാം സന്തോഷിക്കുകയും അതിനായിട്ട് നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഈ മദ്യത്താൽ ഉള്ള വാഗ്വാദങ്ങളിലും ആകർഷകപരമായ വാദപ്രതിവാദങ്ങളിലേക്കും പോകാതെ കീഴ്വഴക്കങ്ങളിലേക്കും കീഴ്പ്പെടലുകളിലേക്കും നമ്മൾ വരണമെന്ന് പൗലോസ് പറയുന്നു. ഇത് ആത്മാവിന്റെ ഫലങ്ങള് ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമുക്ക് വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ആ ഭാഗം പെട്ടെന്ന് അങ്ങ് വിടുകയാണ്. ഓക്കെ, വിധേയത്വമുള്ളവരായിരിക്കുക. അടുത്ത 5 മിനിറ്റ് സമയങ്ങള് ഈ വിധേയത്വത്തെ കുറിച്ച് മാത്രം പറഞ്ഞ് പെട്ടെന്ന് പോകാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അപ്പൊ നമ്മൾ വിധേയത്വമുള്ളവരായിരിക്കാം. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളിലാണ്, ഏതൊക്കെ നിലകളിലാണ്
വിധേയത്വം ഉണ്ടായിരിക്കണം എന്ന് പൗലോസ് പറയുന്നത്? ഒന്ന്, നമ്മുടെ വീടുകളിൽ വിധേയത്വം ഉള്ളവരായിരിക്കണം. രണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിധേയത്വം ഉള്ളവരായിരിക്കണം. മൂന്ന്, കുട്ടികളും അതാണല്ലോ ഇപ്പൊ പറയാം, അടിമകളും യജമാനന്മാരും തമ്മിൽ വിധേയത്വം ഉള്ളവരായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് പൗലോസ് അവിടെ പറയുന്നത്. സ്തോത്രം. ഇത് പറയുമ്പോൾ പൗലോസിന്റെ പിമ്പിലുള്ള ആ പശ്ചാത്തലം എന്ന് പറയുന്നത് റോമ സാമ്രാജ്യവും റോമൻ പട്ടാളവും റോമ സാമൂഹിക വ്യവസ്ഥകളും. അപ്പൊ അവിടെയുള്ളവർ, താഴ്ന്ന സ്ഥാനങ്ങളിലുള്ളവർ മേലുദ്യോഗസ്ഥരുടെ മുമ്പിൽ കീഴ്പ്പെടാൻ അവർ നിർബന്ധിക്കപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഇതറിയാം. ഒരു പോലീസുകാർ ഏതെങ്കിലും ഒരു വഴി പോയിട്ടുണ്ടെങ്കിൽ, മുതിർന്ന ഓഫീസർ പോയിട്ടുണ്ടെങ്കിൽ സല്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം. കീഴ്പ്പെടാൻ അവർക്ക് അവർക്ക് സല്യൂട്ട് എപ്പോഴും വേണം. അപ്പൊ അതൊന്ന് മനസ്സിൽ അങ്ങനെ ആ ഒരു ഇതൊന്ന് കണ്ടാൽ മാത്രം മതി. അപ്പൊ ഇത് വെച്ചോണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നാൽ ദൈവം, കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്ന് പറയുന്നത് ഈ ഗ്രീക്ക് തത്വചിന്താഗതികൾക്കും റോമൻ സാമൂഹിക വ്യവസ്ഥിതികൾക്കും എതിരായിട്ടുള്ള ഒരു ആത്മീക വ്യവസ്ഥിതിയാണ് യേശു തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നത്. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർ, നിങ്ങൾക്ക് അറിവുള്ളവരും ആയതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ നിങ്ങൾ എന്നെ കർത്താവും ഗുരുവും എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കഴുകേണ്ടതാകുന്നു. സ്തോത്രം. കീഴ്പ്പെടലിന്റെ ശുശ്രൂഷ, സമർപ്പണത്തിന്റെ ശുശ്രൂഷ, ദാസത്വത്തിന്റെ ശുശ്രൂഷ. ദൈവമക്കളെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും വിധേയപ്പെടാനോ കീഴ്പ്പെടുവാനോ ഹമ്പിളാകുവാൻ, എന്തോ പറയുന്നത്, നമ്രത ഉണ്ടാകുവാൻ നമ്മുടെക്ക് ഉണ്ട് എങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും ആ ഭാഗത്തേക്ക് നമ്മളെ ഓർപ്പിക്കുക. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കളും കുട്ടികളും തമ്മിലും യജമാനന്മാരും ദാസന്മാരും തമ്മിൽ ഒരു യോജിപ്പിന്റെ തത്വത്തിലെത്തണം. പരസ്പരം സമർപ്പണം ഉണ്ടാകണം. ഇവിടെ അധികാരമായി ഒരു ബന്ധമില്ല. യേശു തന്റെ ശിഷ്യന്മാരെ വലിയവരാകാൻ ശ്രമിക്കരുതെന്നാണ് അവരോട് പഠിപ്പിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ അവര് പരാജയപ്പെട്ടു പോകുന്നു. ഞാൻ ആരാണ് വലിയവൻ, ഞങ്ങളിൽ ആരാ വലിയവൻ എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത്. ഇന്നും നമ്മുടെ നമ്മുടെ എല്ലാ ഇടങ്ങളിലും അത് തന്നെയല്ലേ നമ്മൾ കാണുന്നത്. ഓക്കെ, 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 6-9 വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക. എവിടൊക്കെ? നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ലോകത്തിൽ. സ്തോത്രം. അപ്പൊ ഈ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള ബന്ധത്തെ കുറിച്ച് പ്രസംഗങ്ങൾ ഒരുപാട് കല്യാണത്തിന് കേട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ലെങ്കിലും ഈ ഭാഗം അതിനോട് ബന്ധപ്പെട്ടതായിട്ട് 1-2 വാക്യങ്ങളിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. പൗലോസ് ഇവിടെ പറയുന്നത്, സ്ത്രീകളും പുരുഷന്മാരും ദൈവം മുമ്പാകെ തുല്യരാണ്. വിവാഹം തുല്യരുടെ പങ്കാളിത്തമാണ്. ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഗ്രീക്കിൽ അത് 2 പ്രാവശ്യവും ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ 3 അത് പറയുന്നുണ്ട്. ഇതിനർത്ഥം ഭർത്താവിന്റെ യോഗ്യതയെ അടിസ്ഥാനമാക്കി ഭാര്യ ഭർത്താവിന് കീഴടങ്ങണമെന്നുള്ളതല്ല, മറിച്ച് ബഹുമാനത്തോടു കൂടെ. എന്തു ബഹുമാനമാ? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന്റെ ഭാഗമായി. ക്രിസ്തു സഭയുടെ തലവനായിരിക്കുന്നത് പോലെ പൗലോസ് പറയുന്ന ഈ തല എന്ന പ്രയോഗം ഒരിക്കലും ശ്രേഷ്ഠതയല്ല. ഭർത്താവിന്റെ തല എന്നത് പൗലോസ് ഒരിക്കലും ശ്രേഷ്ഠതയല്ല സൂചിപ്പിക്കുന്നത്. ഒരു മെറ്റാഫറായിട്ട് പൗലോസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരു കീഴ്പ്പെടൽ ഉണ്ടാകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അപ്പൊ ചിലപ്പോൾ സഹോദരിമാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും ഈ കീഴ്പ്പെടലിനെ കുറിച്ച് ഒത്തിരി പറയുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതലാണ് ഭർത്താക്കന്മാരെ കുറിച്ച് പൗലോസ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ, എല്ലാ കുറവുകളുമുള്ള ശിഷ്യന്മാരെ കർത്താവ് സ്നേഹിച്ചതുപോലെ, ഈവൻ മരണത്തോളം കർത്താവ് അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം, അവരെ കരുതണം എന്ന് പൗലോസ് പറയും. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പൊ
ദൈവമക്കളെ, അപ്പൊ ഇവിടെ ഇതൊന്നും പൗലോസ് എന്നാ പറയുന്നത്, സോറി, പൗലോസ് ഇതൊന്നും എന്നാ പറയുന്നത്, കല്യാണത്തെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞ ഭാഗങ്ങൾ, കല്യാണത്തെ കുറിച്ചോ അതിന്റെ ബന്ധത്തെ കുറിച്ചോ പറയാനൊന്നും അല്ല പൗലോസ് ഇത് പറയുന്നത്. കുടുംബ ജീവിതത്തിലെ സമർപ്പണം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പൗലോസ് പറയാൻ വേണ്ടിയാണ് ഈ ഭാഗങ്ങൾ പറയുന്നത്. അപ്പൊ ഇതൊരു അഗാധമായ ബന്ധമാണെന്ന് പൗലോസ് പറയും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ. സ്തോത്രം. അപ്പോൾ ഒരു കീഴ്പ്പെടലിന്റെ മാർഗനിർദ്ദേശം അവിടെയും പൗലോസ് പറഞ്ഞു തരുന്നുണ്ട്. 3, അടിമകളും യജമാനന്മാരും തമ്മിൽ. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം ഒരിക്കലും അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ അത് ഉണ്ടായിരുന്നു. അപ്പൊ പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾട്ടർനേറ്റീവ് സ്പിരിച്വാലിറ്റി മറക്കരുത്. അപ്പൊ സമൂഹം മുഴുവൻ അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും പൗലോസ് പറയുന്നത് യജമാനന്മാരെ, ഉണ്ട് സാമൂഹിക വ്യവസ്ഥിതി ഉണ്ട്, അവിടെ നിങ്ങളുടെ കീഴിലും അടിമകളുണ്ട്. പക്ഷേ യജമാനന്മാരെ, നിങ്ങൾക്കും ഒരു യജമാനൻ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുകയാൽ. സ്തോത്രം. നോക്കിക്കേ, ക്രിസ്തീയ വിശ്വാസമാണ് അടിമത്തത്തിനെതിരെ ശക്തമായി എന്ന് നിലകൊണ്ടിട്ടുള്ളത്. ബൈബിളാണ് അടിമത്തത്തിനെതിരെ എന്ന് ശക്തമായി നിലകൊണ്ടിട്ടുള്ളത്. അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കും ഒരു യജമാനൻ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ചുരുക്കം പറഞ്ഞാൽ, സാമൂഹിക പദവി പരിഗണിക്കാതെ എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. എല്ലാവരുടെയും മേലുള്ള യഥാർത്ഥമായ കർത്താവിന്റെ അടിമകളാണ്. എല്ലാവരും ഒരു നാൾ നമ്മുടെ കർത്താവിനോട് കണക്ക് പറയേണ്ടി വരും. സ്തോത്രം. ഇത്രയുമാണ് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക എന്ന ഭാഗത്തെ അടിസ്ഥാനമാക്കി അപ്പോസ്തലനായ പൗലോസ് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, പ്രായോഗിക ക്രിസ്തീയ ജീവിതം ദൈവമക്കൾക്ക് തരുന്നത്. സ്തോത്രം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു കരിസ്മാറ്റിക് പ്രീച്ചിങ് ആയിരുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഏതെങ്കിലും ഒരു ഭാഗത്ത് കീഴ്പ്പെടലിന്റെ ഒരു സന്ദേശമായി, സമർപ്പണത്തിന്റെ ഒരു സന്ദേശമായി നമ്മളെ ഓർപ്പിക്കുന്നു എങ്കിൽ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയം തന്ന ദൈവമക്കളോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. സ്തോത്രം.